ഓല ഇലക്ട്രിക് ഇന്ത്യൻ റെവല്യൂഷന്റെ ഒരു പോസ്റ്റർ ബോയ് എന്ന് തന്നെ പറയാം അല്ലേ. ഒരു സൈഡിൽ നോക്കിയാൽ ഭയങ്കരമായ സാധ്യതകൾ, മറുവശത്ത് നോക്കുമ്പോഴോ തലവേദന പിടിപ്പിക്കുന്ന പ്രശ്നങ്ങളും. അപ്പോൾ നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇതാണ് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം. മാർക്കറ്റ് ലീഡറാണ്, പക്ഷെ കയ്യിൽ കാശില്ല. കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഫുൾ കംപ്ലയിന്റ്. പോരാത്തതിന് IPO ഡോക്യുമെന്റ്സിൽ തന്നെ കുറെ റിസ്ക് ഫാക്ടേഴ്സ്. ഇങ്ങനെയൊരു കമ്പനി ഓല ഇലക്ട്രിക് ശരിക്കും നിങ്ങളെ ഒരു കോടീശ്വരനാക്കുമോ? നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ്സ് വെച്ച് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ നെഗറ്റീവ് ന്യൂസ് വന്നിട്ടും ആളുകൾക്ക് ഓലയിലൊരു പ്രതീക്ഷ? അതിനെയാണ് നമ്മൾ ബുൾ കേസ് എന്ന് പറയുന്നത്. പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ആ ഒരു വിഷൻ. 2, മാർക്കറ്റിൽ അവർ ഇപ്പോഴുള്ള പൊസിഷൻ. ഇവരുടെ വെബ്സൈറ്റിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഈ ഹാഷ്ടാഗ് കാണാം, എൻഡ് ഐസ് ഏജ്. ഐസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, അതായത് നമ്മുടെ പെട്രോൾ, ഡീസൽ വണ്ടികൾ. അപ്പോൾ ആ ഒരു യുഗം തന്നെ അവസാനിപ്പിക്കണം എന്നാണ് ഇവരുടെ ഒരു ആഗ്രഹം. ഇതൊരു വെറും മാർക്കറ്റിംഗ് ഗിമ്മിക്കല്ലാട്ടോ, ശരിക്കും ഒരു പുതിയ ലോകം, ഒരു ഇലക്ട്രിക് ഫ്യൂച്ചർ ഉണ്ടാക്കാനുള്ള അവരുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇതിന് പിന്നിൽ. ആ ഒരു സ്വപ്നം വെറുതെ പറഞ്ഞു നടന്നാൽ പോരല്ലോ, അത് പ്രാവർത്തികമാക്കണ്ടേ? അതിനുവേണ്ടിയാണ് അവർ ഈ കാണുന്ന ഭീമാകാരനായ ഫ്യൂച്ചർ ഫാക്ടറി പണിതത്. ഇവരുടെ ലക്ഷ്യം ചെറുതൊന്നുമല്ല, ഇന്ത്യയെ ലോകത്തിന്റെ EV ഹബ്ബാക്കി മാറ്റുക. ആ ഫാക്ടറിയുടെ സൈസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവരുടെ എംബീഷൻ എത്ര വലുതാണെന്ന്. വിഷൻ മാത്രം പോരല്ലോ, കച്ചവടം നടക്കണ്ടേ? അവിടെയാണ് ഓല ശരിക്കും ഞെട്ടിച്ചത്. അവരുടെ IPO ഡോക്യുമെന്റ്സ് അനുസരിച്ച് 2023 ജൂണിൽ ഇലക്ട്രിക് 2 വീലർ മാർക്കറ്റിന്റെ 31% അവരുടെ കയ്യിലായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, കോമ്പറ്റീറ്റേഴ്സൊക്കെ എത്രയോ പിന്നിലായിരുന്നു. ഒരു പുതിയ കമ്പനി വന്നിട്ട് ഇത്രയും വലിയൊരു മാർക്കറ്റ് പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ശരി, അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ. ഇനി നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാം. നാണയത്തിന്റെ മറ്റേ വശം കാണണ്ടേ? കാരണം സ്വപ്നം കൊണ്ടും മാർക്കറ്റ് ഷെയർ കൊണ്ടും മാത്രം ഒരു കമ്പനി മുന്നോട്ട് പോവില്ല. പോക്കറ്റിൽ കാശ് വേണം. അവിടാണ് ഓലയുടെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. ഇതൊന്ന് നോക്കിക്കേ, ഇതാണ് ഏറ്റവും വലിയ കോൺട്രാഡിക്ഷൻ. FY 2023-ൽ അവരുടെ വരുമാനം, റവന്യൂ 7 ഇരട്ടിയിലധികം കൂടി, 2631 കോടി രൂപ. ഭയങ്കര വളർച്ചയാണല്ലേ? പക്ഷേ അതേസമയം അവരുടെ നഷ്ടം ഏകദേശം ഇരട്ടിയായി, 1472 കോടി രൂപയുടെ നഷ്ടം. ഇതിന്റെ അർത്ഥമെന്താ? സിംപിളായിട്ട് പറഞ്ഞാൽ ഓരോ സ്കൂട്ടർ വിൽക്കുമ്പോഴും കമ്പനിക്ക് നഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നമ്പർ ഇത് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. -15,007 കോടി രൂപ. ഇത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസും അല്ല, ഇത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ആണ്. അതായത് കമ്പനിയുടെ ഡെയിലി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയ കാശാണിത്. വെറുതെ കമ്പനി തുറന്നുവെക്കാൻ വേണ്ടി മാത്രം ഇത്രയും വലിയ തുക കത്തിപ്പോകുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഓല തന്നെ അവരുടെ IPO ഡോക്യുമെന്റിൽ ഹൈലൈറ്റ് ചെയ്ത ഒരു മേജർ റിസ്ക്കാണ്. കണക്കുകളിലെ പ്രശ്നങ്ങൾ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ പുറത്തുവരുന്ന വാർത്തകൾ വേറെ. വണ്ടിക്ക് ക്വാളിറ്റിയില്ല, കേടായി എന്ന് പറഞ്ഞ് കോടതി കയറേണ്ടി വരുന്നു. പല സ്ഥലത്തും സ്റ്റോറുകൾ പൂട്ടിപ്പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ. പിന്നെ മാർക്കറ്റിലെ 1-ാം സ്ഥാനം പോയി 5-ാം സ്ഥാനത്തേക്ക് വരെ വീണു. ഇതെല്ലാം കൂടിയാവുമ്പോൾ ആ ബ്രാൻഡിന്റെ വിലയില്ലേ, അത് ശരിക്കും ഇടിയുവാണ്. ഓക്കെ, അപ്പോൾ ഓലയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ അവരൊറ്റയ്ക്ക് ഡീൽ ചെയ്താൽ മതിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അതല്ലല്ലോ അവസ്ഥ. അവർ കളിക്കുന്നത് ചെറിയ പിള്ളേരുടെ കൂടെയല്ല. മറുവശത്ത് നിൽക്കുന്നത് ആരാണെന്നറിയാമോ? വർഷങ്ങളുടെ എക്സ്പീരിയൻസും കോടികളുടെ ലാഭവുമുള്ള വമ്പൻ സ്രാവുകളാണ്. ഈ ടേബിളൊന്ന് നോക്കിയേ. ബജാജ് ഓട്ടോ, TVS മോട്ടോർ, ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് കണ്ടോ? ലക്ഷക്കണക്കിന് കോടികളാണ്. ലാഭം നോക്കിയാലോ, ആയിരക്കണക്കിന് കോടികൾ. ROC, അതായത് മുടക്കുന്ന കാശിന് കിട്ടുന്ന റിട്ടേൺ, നല്ല പോസിറ്റീവാണ്. ഇനി ഓലയുടെ സൈഡിലേക്ക് നോക്കൂ. മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവ്, ലാഭമില്ല, നഷ്ടമാണ്. ROC ആണെങ്കിൽ -28%. അപ്പോൾ ഈ ഭീമന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഓലയ്ക്ക് എത്രത്തോളം പറ്റും? അതൊരു വലിയ ചോദ്യമാണ്. ശരി, പ്രശ്നങ്ങളുണ്ട്, കോമ്പറ്റീഷനുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ വിഷയത്തിൽ ഓലയുടെ മാനേജ്മെന്റിന് എന്താണ് പറയാനുള്ളത്? അവർ കണ്ണടച്ചിരിക്കുകയാണോ, അതോ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടോ? നമുക്ക് നോക്കാം. അടുത്തിടെ നടന്ന അവരുടെ ഏണിംഗ്സ് കോളിൽ, അതായത് നിക്ഷേപകരുമായി സംസാരിക്കുന്ന ഒരു മീറ്റിംഗിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം അവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവരുടെ സ്ട്രാറ്റജിയെ നമുക്ക് കേട്ടുനോക്കാം. ഇവിടെയാണ് ഒരു പോസിറ്റീവ് സൈൻ ഉള്ളത്. കമ്പനിയുടെ തലപ്പത്തുള്ള ഭവിഷ് അഗർവാൾ തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് സമ്മതിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് സർവീസ് ശരിയാക്കണം, ആളുകളുടെ വിശ്വാസം തിരിച്ചുപിടിക്കണം, ഞങ്ങളിപ്പോൾ അതിൻ്റെ പണിയിലാണ് എന്ന്. ഒരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുന്നത് തന്നെ അത് പരിഹരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണല്ലോ, അല്ലേ? അപ്പോൾ എന്താണ് അവരുടെ ഗെയിം പ്ലാൻ? 3 കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ സർവീസ് നന്നാക്കി ബ്രാൻഡ് ഇമേജ് വീണ്ടെടുക്കുക. 2, ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ കുറയ്ക്കുക. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം, വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ. അതായത്
സ്കൂട്ടറിന്റെ ബാറ്ററി മുതൽ മോട്ടോർ വരെ എല്ലാം സ്വന്തമായി ഉണ്ടാക്കുക. അപ്പോ കോസ്റ്റ് കുറയും, ക്വാളിറ്റി കൂടും. ഇതാണ് അവരുടെ പ്ലാൻ. അപ്പോ നമ്മളിപ്പോ കഥയുടെ രണ്ടു വശവും കണ്ടു. ഒരു വശത്ത് വലിയൊരു സ്വപ്നം, മറുവശത്ത് ഭയങ്കരമായ നഷ്ടക്കണക്കുകൾ. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മൾ എങ്ങനെ ഇതിനെ കാണണം? റിസ്ക് എടുക്കണോ അതോ വേണ്ടയോ? നമുക്ക് പെട്ടെന്നൊന്ന് സമം ചെയ്യാം. എന്താണ് ഓലയുടെ പോസിറ്റീവ്സ്? ഒന്നാമത്, ഇന്ത്യയുടെ EV മാർക്കറ്റ് റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. അതിലെ ലീഡർ ഓലയാണ്. 2, അവരുടെ ബ്രാൻഡിന് നല്ലൊരു വിഷനുണ്ട്. 3, ആ ഭീമൻ ഫ്യൂച്ചർ ഫാക്ടറി. 4, റവന്യൂവിലുള്ള ആ ഒരു ഭ്രാന്തൻ വളർച്ച. ഇതൊക്കെയാണ് റിവാർഡ്. ഇനി റിസ്ക് എന്തൊക്കെയാണ്? 1, നിർത്താതെയുള്ള ഈ നഷ്ടം. 2, കയ്യിലുള്ള കാശ് അതിവേഗം തീർന്നു പോകുന്നു. 3, ബജാജും TVSും പോലുള്ള ലാഭത്തിലോടുന്ന കമ്പനികൾ വെറുതെയിരിക്കില്ല. 4, ഇപ്പോഴും തീരാത്ത ഈ സർവീസ് ക്വാളിറ്റി പ്രശ്നങ്ങൾ. ഇവയൊക്കെയാണ് അപകടങ്ങൾ. അപ്പോൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? എന്താണ് ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ്? സിംപിളായി പറഞ്ഞാൽ ഓല ഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ബെറ്റാണ്. അതായത് സംഭവം ക്ലിക്കായാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. അത്രയ്ക്കും വലിയ റിട്ടേൺ കിട്ടാം. പക്ഷെ പൊളിഞ്ഞുപോയാലോ? മുടക്കിയ കാശ് മുഴുവനും പോയെന്ന് വരാം. അതുകൊണ്ട് ഓലയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഇന്നത്തെ ബാലൻസ് ഷീറ്റിലല്ല. നിങ്ങൾ പന്തയം വയ്ക്കുന്നത് ഭവിഷ് അഗർവാളിൻ്റെ വിഷനിലാണ്, ഇന്ത്യയുടെ ഒരു ഇലക്ട്രിക് ഫ്യൂച്ചറിലാണ്. ആ ഒരു വലിയ ആശയത്തിലാണ് നിങ്ങളുടെ പണം നിങ്ങൾ നിക്ഷേപിക്കുന്നത്. അവരുടെ വിഷൻ ശരിക്കും റെവല്യൂഷണറിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവരുടെ നഷ്ടക്കണക്കുകൾ അത്ര തന്നെ റിയലുമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ വിപ്ലവകരമായ സ്വപ്നത്തിനു വേണ്ടി ഈ പച്ചയായ നഷ്ടത്തിന്റെ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്.